കായംകുളം പുള്ളിക്കണക്ക് ഗുരുസുകാമൻ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. തന്ത്രി അടിമുറ്റത്ത് മഠം സുരേഷ് ഭട്ടതിരി, മേൽശാന്തി രാകേഷ് വാസുദേവ് എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ്. പുള്ളിക്കണക്ക് ഗുരുസികാമൻ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ദശദിന ഉത്സവത്തിന് തന്ത്രി അടിമുറ്റത്ത് മഠം സുരേഷ് ഭട്ടതിരി, മേൽശാന്തി രാകേഷ് വാസുദേവ് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറിയത്. തുടർന്ന് കൊടിയേറ്റ് സദ്യയും നടന്നു. ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞത്തിന് 5-ന് തുടക്കമാകും. നീലമ്പേരൂർ പുരുഷോത്തമദാസാണ് യജ്ഞാചാര്യൻ. ഉത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ എൻ ഗോപാലകൃഷ്ണൻ നായർ, ട്രസ്റ്റ് പ്രസിഡന്റ് PN സദാശിവൻ, പ്രൊഫസർ SK ഗോവിന്ദൻകുട്ടി കാർണവർ, B വേണുഗോപാൽ, പുഷ്പരാജ സാരംഗി, P രാമചന്ദ്രൻ പിള്ള, K ജനാർദ്ദനൻ, അനിൽ കറുകത്തറ, ഗോപാലകൃഷ്ണൻ, രാജേഷ്, പ്രമോദ, വാസുദേവൻ പിള്ള, ചെല്ലപ്പൻ, പ്രസന്നനാവണി, സുനിൽ, കൃഷ്ണകുമാർ, സുരേഷ് മഠത്തിൽ, മോഹനൻ എന്നിവർ ഉത്സവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു. ഓരോ ദിവസവും പ്രത്യേക പരിപാടികളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തിരുവാതിര, നാടകം, മേജർ സെറ്റ് കഥകളി, നൃത്യങ്ങൾ, ഫ്യൂഷൻ ബ്ലാസ്റ്റ്, മെഗാ ഫ്യൂഷൻ, അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ കലാപരിപാടികൾ ഓരോ ദിവസവും അരങ്ങേറുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ 6 കലാസാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ കെട്ടുകാഴ്ച വരവും ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ പ്രധാനപ്പെട്ട കുത്തിയോട്ട ചുവട് വഴിപാടും ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്. 2-ാം ദിവസമായ നാളെ മുതൽ നീലമ്പേരൂർ ശ്രീ പുരുഷോത്തമദാസിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഭാഗവത സപ്താഹയജ്ഞം ആരംഭിക്കുകയാണ്. സപ്താഹയജ്ഞത്തിൻ്റെ 5-ാം ദിവസം രുക്മിണി സ്വയംവര ഘോഷയാത്രയോടുകൂടി വലിയ പരിപാടികളാണ് താൻ തീരുമാനിച്ചിരിക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഏപ്രിൽ 13-ാം തീയതി ആറാട്ടോടുകൂടി സമാപിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കായംകുളം.